നമുക്ക് ഓരോ യാത്രയും ഓരോ ഓർമ്മയാണല്ലോ. അങ്ങനെ ഒരു യാത്രയാണ് ഇത്. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയുടെ രാംനഗറിലുള്ള മുത്തുരായ സ്വാമി ബേട്ടയിലേക്കാണ്. ഈ യാത്രയുടെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു വലിയ സർപ്രൈസ് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന്. അതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നേ. 10-9 ബൈക്കേഴ്സിനെ ഞങ്ങളൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് 200-ലധികം ബൈക്കേഴ്സ് ഒരുമിച്ച് ഒരു സ്ഥലത്ത്, അതും ഒരു ചെറിയ മലയുടെ മുകളിൽ. നമ്മളങ്ങനെ ആ മലയുടെ ബേസിലെത്തിയപ്പോഴാണ് ഒരു കൂട്ടം ബൈക്കേഴ്സ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചു വല്ല ഗ്രൂപ്പിൻ്റെ മീറ്റപ്പ് ആയിരിക്കും, അതോ ഇനി വല്ല എൻട്രി ഗേറ്റ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഒന്ന് സംശയിച്ച് നിന്നു. പിന്നെ നമ്മളവരെ ഓവർടേക്ക് ചെയ്ത് പോയി. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും കൂടെ നമ്മുടെ പുറകിൽ. അങ്ങനെ ആ വലിയ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നേ. പിന്നെ അവർ നമ്മളോടും സഹകരിച്ച് നമ്മളോടും പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ മലയുടെ വലിയ കയറ്റത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ നിർത്തി, മേബി നിർത്തി. എന്നിട്ട് പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം കയറുന്നത്, അതുകൊണ്ട് മേബി നിർത്തി. എന്നോട് ഇൻസ്ട്രക്ഷനൊക്കെ തരുമായിരുന്നു. അങ്ങനെ അവർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. അങ്ങനെ പതുക്കെ ഞങ്ങളും ആ ഗ്രൂപ്പിൽ കൂടെ അങ്ങ് കയറിപ്പോയി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഒന്ന് ഇടയ്ക്ക് നിർത്തി ഒക്കെ ഒന്ന് സംശയിച്ചേനെ. പക്ഷേ എന്തായാലും ആ 10-200 പേരുടെ കൂടെ ഒരുമിച്ച് ഞാനും അവരിലൊരാളായി ആ മല അങ്ങനെ കയറി. ഈ സ്ഥലത്ത് ഒരു ചെറിയ ടെമ്പിളുണ്ട്, മുത്തുരായ സ്വാമിയുടെ ടെമ്പിളാണേ. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മുത്തുരായ സ്വാമി ബേട്ട എന്ന പേര് വന്നേക്കുന്നത്. നമുക്കിവിടെ ലോർഡ് വിഷ്ണുവിൻ്റെയും ലോർഡ് ഹനുമാൻ്റെയും വലിയൊരു സ്റ്റാച്ചു കാണാൻ പറ്റും. ഈ കർണാടകയുടെ രാംനഗര എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് കുന്നുകളുണ്ട് ഇതുപോലത്തെ. അതിലൊരു ഫേമസ് ട്രക്കിംഗ് പോയിൻ്റാണ് നമ്മൾ നിൽക്കുന്ന മുത്തുരായ സ്വാമി ബേട്ട. ഒത്തിരി പേര് അവിടെ നടന്ന് കയറുന്നുണ്ട്. ഈ വന്ന ബൈക്കേഴ്സ് ഒത്തിരി പേര് അതിൻ്റെ ഏറ്റവും അറ്റത്ത് വരെ ബൈക്ക് കൊണ്ടുപോയി, അതുപോലെ കാറ് കയറുന്നുണ്ട്. അങ്ങനെ വളരെ ഫേമസ് ആയ ഒരു ട്രക്കിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതോടൊപ്പം അമ്പലമുണ്ട്, പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടാനും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്.